വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല സെറ്റപ്പാണ് കാണാനൊക്കെ. മഴയായി കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇനിയും ഫോഴ്സ് കൂടേണ്ട വെള്ളച്ചാട്ടമാണ്. ഇതിപ്പോൾ ഒരു വിൻ്റർ സീസണാണല്ലോ. പൊതുവേ ഇവിടെ മഴ കുറവായിട്ടും ഇത്രയും വെള്ളച്ചാട്ടം ഈ സമയത്ത് ഇവിടെ ഉണ്ട്. സോ ബ്യൂട്ടി, കൊള്ളാം, നല്ലൊരു കാഴ്ച കണ്ടു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വോയിസാണ് മിസ്റ്റർ ഡോം KL41. അപ്പോൾ നമ്മുടെ ഊട്ടിയിലെ സെക്കൻഡ് ഡേയിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ഡെസ്റ്റിനേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ഫേമസ് ഒരു സ്പോട്ടല്ല, നമ്മൾ പറഞ്ഞറിവ് കേട്ടിട്ടാണ് അവിടത്തേക്ക് പോകുന്നത്. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു 5 മണിയായപ്പോൾ ഇവിടെ എത്തി. തണുപ്പെന്ന് പറഞ്ഞാൽ മാരക തണുപ്പ് തന്നെ ഇവിടെ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. സോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടിയെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇച്ചിരി ഹെവി ആയിരുന്നു. കാരണം ഒന്ന് ടെൻഷനൊക്കെ അടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം കിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച നിമിഷമാണ്. പക്ഷേ ഊട്ടി നമ്മളെ ചതിച്ചില്ല, ഇതിന് മുന്നേയും ഊട്ടി നമ്മളെ ചതിച്ചിട്ടില്ല. സോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൂം കിട്ടി. റൂം അത്ര സെറ്റപ്പൊന്നും ആയിരുന്നില്ല, ഒരു 800 രൂപ കൊടുക്കേണ്ടി വന്നു. സോ 2 പേരായതുകൊണ്ടിട്ട് അതിൻ്റെ ഷെയർ 400 വീതം ആയതുകൊണ്ടിട്ട് ഞങ്ങൾ വലിയ അത്ര കാര്യത്തിനെടുത്തില്ല. വേറെ അന്വേഷിച്ച് പോയാലും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ നമുക്ക് അതല്ലാണ്ട് വേറെ മാർഗവുമില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങ് റൂം എടുത്തു. അത്യാവശ്യം കുഴപ്പം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ്സ് സെറ്റപ്പ് അത്രേ ഉള്ളൂ. ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പി അല്ല, കാരണം വെച്ചാൽ ടോയ്ലറ്റ് സംവിധാനം ഒന്നും അത്ര സെറ്റായിരുന്നില്ല, പിന്നെ അത്ര നീറ്റും ആയിരുന്നില്ല. പിന്നെ നമ്മുടെ സാഹചര്യം അങ്ങനെ വരുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ദിവസം അങ്ങ് കടന്നുപോയി. സോ നമ്മൾ ഒരു 7 മണിയായപ്പോൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. പിന്നെ നേരെ ഫ്യൂൽ അടിക്കാൻ പോയി. പിന്നെ ATM തപ്പി നടന്നു, ചായ കുടിച്ചു. ഒരു കാര്യം അടിക്കണമായിരുന്നു, കൈയൊക്കെ അത്യാവശ്യം നല്ല കോച്ചി പിടിച്ച് മരവിച്ച് ആ ഒരു സാഹചര്യമായിരുന്നു. സോ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു റൈഡും കൂടി ആയിരുന്നു. മസനഗുഡിയും ഗൂഡല്ലൂരും എല്ലാം കടന്ന് നമ്മൾ അവസാനം ഇപ്പോൾ സ്റ്റിൽ അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു 2 ചങ്കുകളാണ് അവർ. അപ്പോൾ എന്തായാലും കളറൊക്കെ മോഡിഫൈ ചെയ്തൊരു വണ്ടി, കൊള്ളാം. അപ്പോൾ ഊട്ടിയിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലെ വില്ലേജുകളുടെ ബ്യൂട്ടി നിങ്ങൾക്കറിയാം, ഓൾറെഡി എല്ലാ വീഡിയോസിലും ഉള്ളതാണ് ഊട്ടി. പക്ഷേ എന്നിരുന്നാലും ഒരു റൈഡർക്കും മടുക്കാത്ത ഒരു സ്പോട്ടായിരിക്കും ഊട്ടി. റൈഡിനെ പാഷനാക്കുന്നവർക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു സ്പോട്ട് തന്നെയായിരിക്കും ഊട്ടി എന്നതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സെമിട്രിയുടെ പോർഷനാണ് കാണുന്നത്. ഒരുപാട് ആത്മാക്കൾ വിശ്രമിക്കുന്നൊരു സ്ഥലം. സോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് ഈ ഒരു സെമിട്രിയുടെ കാണുന്നത്. എന്തായാലും ഊട്ടിയുടെ വില്ലേജുകളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം എന്നുള്ളൊരു അപ്പോൾ നമ്മുടെ മോർണിംഗ് എന്തായാലും നമ്മുടെ ഇന്നത്തെ റൈഡിനുള്ള ട്രാക്ക് തേടി നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷേ വഴി അങ്ങനെ അധികം ആർക്കും അറിയില്ല. സോ അപ്പോൾ എന്തായാലും ചോദിച്ച് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബ്യൂട്ടി, പച്ചപ്പും ഹരിതാഭയും. ശരിക്കും വ്യൂ പോയിൻറ്റ്സ് ഒന്നും കണ്ടില്ലെങ്കിലും ഈ വഴി കൂടിയൊക്കെ ചുമ്മാ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ വലിയ കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. കുന്നുകളൊക്കെ ചുമ്മാ പുല്ലിൽ പച്ച വിരിച്ചിങ്ങനെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. മലമുകളിൽ മൊത്തം പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ക്യാമറയിലേക്ക് എത്തില്ല അറിയാം, പക്ഷേ നമ്മളത് കണ്ടാണ് പോകുന്നത്. കാഴ്ചകൾ കാണുന്നതിൻ്റെ വാഹനങ്ങളിലൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വാളും.
കുഞ്ഞു റോഡാണ്. റോഡും അത്യാവശ്യം വലിയ സെറ്റപ്പൊന്നും പറയുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു സ്ട്രീറ്റ് പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. റോഡിൻ്റെ അവസ്ഥയല്ല നമ്മൾ മെയിനായിട്ട് അമ്മേ പട്ടിക്കുട്ടൻ. ഒരുപാട് കൃഷിയിടങ്ങളാണ് ഇവിടെ കാണുന്നത്. കടുക് അതുപോലത്തെ ഐറ്റംസൊക്കെ, കടുകും മുതിരയൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഊട്ടി ഭാഗങ്ങളൊക്കെ. ക്യാരറ്റ്, അങ്ങനെ 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 അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. പിന്നെ ഇവിടെ കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും ഇവിടെ ഉള്ളവർക്ക്. കാരണം തണുപ്പ് ഇവിടെ ഉള്ളവർക്ക് ഓൾറെഡി ശീലമായിരിക്കും. വീണ്ടും നമുക്ക് ചെറിയൊരു ഹൈവേ കിട്ടിയേക്കാണ്. സോ ആ ചെറിയ സ്ട്രെയിറ്റിൽ നിന്നങ്ങ് മാറി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു രാവിലെ. ഈ വണ്ടി ഈ ഡോമിനാർ സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഈ ബജാജിൻ്റെ ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ അതിൽ ഓൾറെഡി മോട്ടീവാണ് ഒഴിച്ചേക്കുന്നത്. ആ വണ്ടി ഒറ്റ കിക്കിൽ നിന്ന് സ്റ്റാർട്ടായി. നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പിൽ, ഇതിലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൻ്റെ ചാമോളിലെ മന്ന എന്ന് പറഞ്ഞ സ്പോട്ട്, അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ ചെന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഒക്കെ ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാവലുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് വണ്ടി 29 സംതിങ് ആയിട്ടുണ്ട്. 29,648 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അതിൻ്റെ ഏറ്റവും അറ്റത്താണല്ലോ, മാറാനുള്ള ആ പ്രോസസ്സിലാണല്ലോ. ശരിക്കും എന്തായാലും ഞാനൊന്ന് പേടിച്ചു. കാരണം വെച്ചാൽ ഇന്ന് സൺഡേയും കൂടിയാണ്. ഇവിടെ സർവീസ് സെൻ്റർ ഉണ്ടാവില്ല. മാത്രമല്ല ഇങ്ങനത്തെ വണ്ടി ഒന്നും ഇവിടെ സർവീസും ചെയ്യില്ല. ഒന്നീ മേട്ടുപ്പാളയത്ത് പോകണം, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. സോ റോഡ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും വണ്ടി നമ്മളിവിടെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ സീനാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി രാവിലെ. എന്തായാലും ദൈവകൃപ കൊണ്ടിട്ട് അതങ്ങ് ക്ലിയറായി. താങ്ക് ഗോഡ്. അപ്പോൾ നമ്മളെ കൈവിട്ടില്ല, ദൈവവും കൈവിട്ടില്ല, വണ്ടിയും കൈവിട്ടില്ല. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത്രയും ഒരു സെറ്റപ്പായി കിട്ടി. സമയം ഒരു 8:05 കഴിഞ്ഞു. എന്നിട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കൈയൊക്കെ അങ്ങ് കോച്ചി പിടിക്കുക. സൂര്യവെളിച്ചം ഒക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്. എല്ലായിടത്തും ഊട്ടിയുടെ പക്ക ബ്യൂട്ടി ആയിട്ടുള്ള പോർഷൻസാണ് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ് നമ്മളീ കാണുന്നതൊക്കെ മൊത്തം. ഒരു രക്ഷയില്ല ഗൈസ്. യാത്രകളെ മടുപ്പിക്കാത്തതാണ്. പോയ സ്ഥലത്താണെങ്കിൽ പോലും പുതുമയുള്ള കാഴ്ചകളുണ്ടാവും. ഈ ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ, ഇടുക്കി പോർഷൻസ്, അവിടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം വരുമ്പോൾ കാണുന്ന കാഴ്ചകളുടെ വ്യൂ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജാണത്. സോ ചിലർക്ക് നിരാശപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളടുത്ത സ്പോട്ട് എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല കാഴ്ചകൾ കിട്ടും. നിരാശയിൽ നമ്മൾ ഒരു വേദിയിൽ നമ്മൾ നിരാശപ്പെട്ടിട്ട് തളർന്നു പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. നിരാശകൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തരില്ല. പ്രഷറും ടെൻഷനും അല്ലാണ്ട് നമ്മുടെ നല്ല സമയങ്ങളെ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളെ ഇല്ലാതാക്കി കളയാൻ കുറേയധികം പ്രഷേഴ്സ് വരും നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും വരും. സോ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉള്ള അവസ്ഥകളും നമ്മുടെ മുന്നിലുണ്ട്, ഇല്ല എന്നല്ല. നമ്മൾ ആ വാതിലുകളൊന്നും പലപ്പോഴും കാണില്ല. അപ്പോൾ ഒരു വാതിൽ അടയുന്നതിനെക്കുറിച്ച് ആരും ആകുലപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട. പല വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കും. നമ്മളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകുക എന്ന് മാത്രമുള്ള ഒരു ചിന്തയിൽ മുഴുകിയാൽ മതി. ആർക്കും എല്ലാ കാലത്തും ഒരു ബാഡ് അവസ്ഥയായിട്ട് മുന്നോട്ട് പോവില്ല, മാറും. അതാണല്ലോ ലോകം. കാലം എല്ലാ മാറ്റങ്ങളും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. സോ കാഴ്ചകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരം വ്യൂസ് ഓരോരുത്തരിലേക്കും എത്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒരിക്കലും നമ്മുടേത് മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളും നമ്മുടേത് മാത്രമല്ല.
നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുന്ന വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയോ ജോലിയോ കൂലിയോ അല്ലെങ്കിൽ പെട്രോളിൻ്റെ എക്സ്പെൻസോ ഒന്നും ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ബാധ്യതകളൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ല. സോ നമ്മളതങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ആ പ്രഷറിനെ നമ്മുടെ ലൈഫ് നമുക്ക് നൽകുന്ന കുറച്ച് പ്രഷറുണ്ട്, അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെയുള്ള ആശ്വാസം കണ്ടെത്തൽ കൂടിയാണ് യാത്രകൾ. ഒരു സംശയം വേണ്ടതിന്. അതുകൊണ്ട് തന്നെ കാഴ്ചകളെ ഇഷ്ടപ്പെട്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോകാനുള്ള മനസ്സ് ഉണ്ട്. അതങ്ങനെ തന്നെ വിഷ്വൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇവിടുത്തെ ഈ കാഴ്ചയുടെ ഭംഗി കണ്ടിട്ട് എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഇവിടെ അത്രയധികം ഇത്രയും സെറ്റപ്പ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം കാണുന്നിടത്തെല്ലാം ഒടുക്കത്തെ ബ്യൂട്ടിയാണ്. ഇത്രയും കാലം എന്തേ ഈ വഴി വന്നില്ല എന്നുള്ളൊരു ചോദ്യം എന്നോട് എൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട്. സോ വൈകിയാണെങ്കിലും നല്ലൊരു ഏരിയയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. നാടും നഗരവും വിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ പല പേരുകളായിരിക്കും നാട്ടിൽ വീഴുക. നമ്മൾ കഞ്ചാവ് അടിക്കാൻ പോകുന്നവരാണ്, മദ്യപിക്കാൻ പോകുന്നവരാണ്, പെണ്ണ് പിടിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ആക്ച്വലി നാട്ടുകാരുടെയും ഏറ്റവും അടുത്ത വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയൊക്കെ റിയലൈസേഷൻ. സോ നമുക്കതൊക്കെ വെറും ആനമയിൽ ഒട്ടകം മാത്രമാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്, തണുപ്പ്, നമ്മുടെ വൈബ്. അല്ലാതെ ഇപ്പോൾ കുറേ പണിയെടുക്കുക, കുറേ ലോൺ എടുത്ത് ഏതെങ്കിലും കാര്യത്തിന് ലോൺ എടുക്കുക, അല്ല കഴുതയുടെ വിട്ട് പണിയെടുക്കുക, ഭാരം വലിക്കുക. അതിനറിയില്ല അതിൻ്റെ ഭാരം എന്തിനാണത് വലിക്കണമെന്ന് പോലും അതിനറിയില്ല. സോ അതിൻ്റെ യജമാനു വേണ്ടിയിട്ട് അത് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ചിന്തിച്ചേക്കുന്ന കാര്യം ഇത്രയാണ്. എന്ന് വെച്ചാൽ വീടും കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് നമ്മളൊരു ബാധ്യത ഉണ്ടാക്കുമോ അങ്ങനെ സംഭവം അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. സോ ഒരു പരിധി വരെ നമ്മൾ വീട്ടുകാരെ ഒന്നിനും ആശ്രയിച്ചിട്ടുമില്ല. തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ വരുമാനത്തിൽ ഒരു കുടുംബം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു ആ രീതിയിലെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ കാഴ്ചക്കാർക്ക് നമ്മളെ വിമർശിക്കാൻ ഒരു കാരണം വേണം. യെസ്, ഐ അഗ്രി, ഐ എം എ ഊരുതണ്ടി. അതിലൊന്നും ഒരു സംശയമില്ല. എനിക്കും സംശയമില്ല, വിളിക്കുന്നവർക്കും സംശയം വേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ പാറ്റേണുകളെ ഒരാൾക്ക് വേണ്ടി ഞാൻ മാറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. തെറ്റുകളുണ്ടെങ്കിൽ ആ വഴി തിരുത്തുക എന്നല്ലാതെ വേറൊരാൾക്ക് വേണ്ടി വേറൊരാളുടെ കൺവീനിയൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തിരുത്തലുകൾക്കും തയ്യാറല്ലാത്ത ഒരാളാണ്. സോ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരാളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നിനു വേണ്ടിയും ഈ ലോകത്തിന് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായാൽ മാത്രം മതി. നല്ലത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായാൽ മതി. അത്തരം കാര്യങ്ങളുടെ ഭാഗമാവുക. വേറെ ആരെന്ത് പറയുന്നോ ഒരു പേഴ്സണെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി ആസ് എ പേഴ്സൺ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട്, എന്നെ കേൾക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന 302 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരിലേക്ക് എത്തിക്കുന്ന ഓരോ വീഡിയോയിലും എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്: ഒറ്റ ജീവിതം, ആ ജീവിതത്തെ പരമാവധി വൈബ് ചെയ്യുക. സോ നമുക്ക് നാളെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ ആരോഗ്യം ഉണ്ടാവും, എത്ര നാൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, എത്ര നാൾ നമുക്ക് ഈ കണ്ടീഷൻ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രത്യേക ഒരു പാഷൻ റൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈഡ് ചെയ്യൂ, അത് തന്നെ നമ്മൾ പറയുന്നുള്ളൂ. സോ അതിൽ കൂടുതലൊന്നും നിങ്ങളൊരു മോട്ടിവേഷന് വേണ്ടി ഒരാളെയും കാത്തു നിൽക്കണ്ട. നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാൻ ഒറ്റ ആൾ മതി, അത് നിങ്ങൾ തന്നെ. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തനത്തിൽ ശൈലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ മാത്രം തെറ്റെന്ന് തോന്നുന്ന മനസ്സ് പറയും ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അത് റൈഡായാലും ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളിലാണല്ലോ. നിങ്ങളത് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സോ ഊട്ടിയിൽ നിന്ന് 13 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ഊട്ടിയിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ സ്ഥലത്ത്. ഊട്ടിക്ക് 13 കിലോമീറ്റർ റൈറ്റ്. സോ വിഷ്വൽ കാണൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്തിക്കുക. കൈയൊക്കെ തണുത്ത് മരവിച്ചിട്ട് ഒരു ഫോൺ അടിക്കാനോ അല്ലെങ്കിൽ ഈ ഗോപ്രോയുടെ ബട്ടണൊന്നും ഞെക്കാനോ വയ്യ. സമയം ഓൾറെഡി 8:20, 8:30 അടുത്തായിട്ടുണ്ട്. പക്ഷേ തണുപ്പിന്
ഒരു ജാതി രക്ഷയില്ല. നമ്മുടെ വണ്ടികൾ രണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. സോ എനിക്കാണെങ്കിൽ ഒന്നും ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണാൻ ഫോഗും കാര്യങ്ങളൊന്നുമില്ല. അതിമനോഹരമാണ് ഈ ഗ്രാമം. അപ്പോൾ എൻജോയ് ചെയ്യേണ്ടവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ തീർച്ചയായിട്ടും. ഊട്ടിയിൽ വരുന്നവർക്ക് സബ്ബായിട്ടുള്ളൊരു വഴിയും കൂടി ആയിരിക്കും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചാനലിൽ പറയാം, എങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോട്ടിലേക്ക് നമുക്കിനി എത്താനുണ്ട്. വെയിലിങ്ങനെ സൂര്യകിരണമാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ സ്വർണ്ണമൊക്കെ പൂശിയേക്കുന്ന പോലെയാണ് ഇവിടുത്തെ കാഴ്ച കാണുന്നത്. മലകളൊക്കെ അയ്യോ ലുക്ക് വേറെ ലെവൽ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ലുക്കുണ്ട്. അതേ ആ വീടായാലും ഇത് പിന്നെ നോർമലായിട്ടുള്ളൂ, ആ വീടിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഒപ്പം അവിടെ നിൽക്കുന്ന ആ ചെറിയ എന്താണെന്ന് സംഭവം അറിയില്ല, ചെറിയ കാട് പോലത്തെ എന്തൊരു സംഭവം. ഇത് ഫുൾ ഡീപ്പ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ കാര്യമായിട്ട് നിങ്ങൾക്കറിയാം റൈഡേഴ്സിനൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ വിച്ച് മീൻസ് ഇവിടെ റൈഡേഴ്സ് അധികം വരാത്തൊരു സ്പോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടുകളാണ് നമുക്ക് എന്നും വേണ്ടത്, നമ്മളെന്നും തിരിയുന്നതും. സോ എൻജോയ് ഫ്രണ്ട്സ്. അപ്പോൾ ഓൾറെഡി കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ വില്ലേജ് ബ്യൂട്ടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ എപ്പിസോഡാണ്, ഫൈനൽ എപ്പിസോഡ്. ഒരെണ്ണം കൂടി നമുക്ക് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസും വിഷ്വൽസും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള ഓരോ പുതിയ വീഡിയോകൾക്കുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുക. അത്തരത്തിലുള്ള പോരായ്മകളോ എന്തെങ്കിലും വീഡിയോസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളോട് പറയുക. നമ്മുടെ പരിമിതമായിട്ടുള്ള എഡിറ്റിംഗ് സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കൊണ്ടാണ് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത്തരം വിഷ്വൽസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കും. സോ എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സീ യു.